ഫസ്റ്റ് എപ്പിസോഡിൽ ആദ്യമായിട്ട് ക്യാമറ വെച്ച എൻ്റെ മുഖത്താണ്. 2011 നിർമ്മാണം തുടങ്ങുന്നത്. സ്നേഹയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് ഷൂട്ട്. സ്നേഹയും ഞാനും ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പം ഞാനിങ്ങനെ നടന്നു വരുന്ന ഒരു ഇതാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചൊട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി, കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് ഓലക്കൊടി കൊത്തൊരു കയ്യും മെയ്യും, കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് കണ്ടാലോ പിന്നെയോള് കുളിക്കാറില്ല, കുളിക്കാൻ കുളിച്ചോള് പണ്ടൊരു കാലത്ത് ചകിരി കുഴിയിൽ നിന്ന് കുളി കഴിച്ച്. നെഞ്ചൊരുക്കണ മൊഞ്ച് മനം പെടപെടപ്പിക്കും കണ്ണ്, എന്റെ കരളിൽ കിളിക്കടുക് പൊട്ടിച്ചു കരകരുത്തൊരു പെണ്ണാണ്, കള്ളിപ്പെണ്ണന്റെ ചങ്കിന്റെ ചങ്കാണ്. ഇതാണ് നമസ്കാരം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം വിനോദേട്ടനാണ്. നമ്മുടെ വിനോദേട്ടൻ എന്നാണ് ഞാൻ സ്നേഹത്തോടു കൂടി വിളിക്കാറുള്ളത്. വിനോദേട്ടാ നമസ്കാരം. നമസ്കാരം. വീണ്ടും നമ്മള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. വിനോദേട്ടന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, വിനോദേട്ടന്റെ പാട്ടുകളായാലും അതെ, അഭിനയായാലും അതെ, എനിക്ക് പണ്ടോട്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കാണുമ്പോൾ പറയാറുള്ളതാണ്. അപ്പൊ എന്തൊക്കെയുണ്ട് വിനോദേട്ട പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷങ്ങൾ ഇങ്ങനെ ഒരു അപകടമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ലെവലായിട്ട് വരുന്നുള്ളൂ. ഒരു 1 മന്ത് എനിക്ക് അങ്ങോട്ട് പോയി. ഒരു 1 മന്ത് ഭയങ്കര പെയിൻഫുൾ ഒക്കെ ആയിരുന്നു. ഇപ്പൊ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങി. ഈ ജൂലൈ 24 മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവണം. പിന്നെ ഓണം വരികയാണ്. ഓണത്തിന് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ ഷോയ്ക്ക് പോവുകയാണ്. മറുമായത്തിന്റെ ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞ് നിൽക്കണു. പിന്നെ വേറെയും ഒരുപാട് പ്രോഗ്രാം, ഈ ഓണം സംബന്ധിയായ കുറെ പ്രോഗ്രാംസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ്. അതെ, അല്ല ആ സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. പക്ഷെ ഒരു കലാകാരന് നമ്മൾ എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മൾ ഇനി മുന്നോട്ട് പോകും, അത് ഉറപ്പാണ്. കലാകാരന്മാർക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം തരണം ചെയ്യും. ആക്സിഡന്റ് പറ്റിയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? ഓക്കെയാണ് അത്. പിന്നെ അതിങ്ങനെ ഗ്രാജുവലി മാറുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ഇവിടെയാണ് നമ്മുടെ വാരിയലിനാണ് പരിക്ക്. നമ്മൾ അധികം സ്ട്രെയിൻ ചെയ്യരുത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭാരം എടുക്കരുത്, ഓടരുത്, ചാടരുത് എന്ന് അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അനുസരിച്ച് അതെ, അല്ല അതൊക്കെ ശരിയാവും. ഇന്റർവ്യൂലൊക്കെ ഇരിക്കാം. അതെ, അത് കുഴപ്പമൊന്നുമില്ല. അല്ല, മറമായത്തിലൊക്കെ എപ്പിസോഡൊക്കെ ചെയ്തിരുന്നു. മറമായത്തിൽ ഞാൻ പോയി. മറമായത്തിൽ ഞാൻ നേരത്തെ ഡയറക്ടർ അടുത്ത് പറഞ്ഞു, എനിക്ക് സ്ട്രെയിൻ ചെയ്യുന്ന ക്യാരക്ടർ ഒന്നും വേണ്ട, ലളിതമായിട്ട് ഓഫീസിലേക്ക് ഇരുന്ന് സംസാരിക്കണ, നിന്നും ഇരുന്നൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ക്യാരക്ടർ മതി എന്ന്. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ. അതൊക്കെ നടക്കും. അത് വിനോദേട്ടനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് മറിമായം. മറുമായത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ആദ്യമായിട്ട് ക്യാമറ വെച്ച എൻ്റെ മുഖത്താണ്. 2011 നിർമ്മാണം തുടങ്ങുന്നത്. സ്നേഹയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് ഷൂട്ട്. സ്നേഹയും ഞാനും ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പം ഞാനിങ്ങനെ നടന്നു വരുന്ന ഒരു ഇതാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. അതിപ്പം 1000 എപ്പിസോഡ് എത്തി നിൽക്കുന്നു, 16 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള സന്തോഷത്തിലാണ്. അതെ, അതാ ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളൊന്നും ഇല്ലാതെ ഒരിക്കലും മറിമായം സങ്കല്പിക്കാനേ പ്രേക്ഷകർക്ക് പറ്റില്ല. എനിക്കൊന്നും ആലോചിക്കാനേ വയ്യ. നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലാണ് നമ്മൾ അതൊരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇനിയും എന്തായാലും മറിമായത്തിലൊക്കെ നമുക്ക് ഇനിയും കുറെ വർഷം കൂടി കാണാം. ജീവനുള്ളിടത്തോളം കാലം അതിങ്ങനെ പോകും. അതെ, ഈ അഭിനയം പറഞ്ഞ പോലെ തന്നെ വിനോദേട്ടന്റെ പാട്ടുണ്ടല്ലോ, പാട്ടുകളെ പറ്റിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പാട്ട് പാടാൻ താല്പര്യമുള്ള ഒരാളാണ്. അതെ, വിനോദേട്ടനെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പാട്ടുകാരെ അല്ലെങ്കിൽ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് പാട്ടിന്റെ ഒരു എപ്പിസോഡ് ആവാലോ ഇനി എന്തായാലും ഈ ഒരു എപ്പിസോഡ് എല്ലാം ആയിക്കോട്ടെ. അതെ അതെ. അപ്പൊ വിനോദേട്ടാ, ഞാനിങ്ങനെ വിനോദേട്ടന്റെ പാട്ടുകൾ കേട്ടപ്പോഴേ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, വിനോദേട്ടൻ ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോഴേ ഒരു പാട്ടാണ് വിനോദേട്ടൻ കൊളട്ടൂൺ ഇപ്പൊ മാറിയതാണ്. കൊളട്ടൂൺ കുറേ കാലം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടായിരുന്നു ഞാൻ പാടിയ. അത് ഗ്രാമീണം എന്നൊരു CD വേണ്ടി ഞാൻ പാടിയ ഒരു 12 നാടൻ പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടുണ്ട്, രാഘവമാഷി ട്യൂൺ ചെയ്തൊരു പാട്ടാണ്. ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചൊട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി, കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് ഓലക്കൊടി കൊത്തൊരു കയ്യും മെയ്യും, കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് കണ്ടാലോ പിന്നെയോള് കുളിക്കാറില്ല, കുളിക്കാൻ കുളിച്ചോള് പണ്ടൊരു കാലത്ത് ചകിരി കുഴിയിൽ നിന്ന് കുളി കഴിച്ച്. ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചോട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി. ഈ പാട്ടായിരുന്നു എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ റിംഗ് ടോൺ. ആളുകൾക്ക് അത് എപ്പോഴെങ്കിലും ആ റിംഗ് ടോൺ കേൾക്കാതെ വിനോദിന്റെ നമ്പറല്ല മാറിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ്
എന്നോടൊരാള് ഞാൻ പാടിയ ഒരു പാട്ട്, അത് സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടാണ്. പെർഫ്യൂം എന്നൊരു സിനിമയുണ്ട്, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പാടിയതാണ്. പക്ഷെ സിനിമയിലെ പാട്ട് വന്നില്ല, അതൊരു പ്രൊമോഷൻ സോങ് ആയിട്ട് മാറി, ഞാനും സരയും കൂടെ അഭിനയിച്ചിട്ട്. അപ്പൊ ആ പാട്ട് ഇങ്ങനെ ഒരാൾ എനിക്ക് അയച്ചു, വിനോദ് ഇത് നല്ല പാട്ടാണല്ലോ, ഇതൊന്ന് കോളർ ട്യൂൺ ആക്കി കൂടെ ചോദിച്ചപ്പോ എന്നാ പിന്നെ കോളർ ട്യൂൺ ഒന്ന് മാറ്റാം. അപ്പോഴാണ് കാത്തുവച്ചൊരു മമ്പഴമ കൽബിലേറിയ തെൻകനിയ ഈ കള്ളിപ്പെണ്ണന്റെ ചങ്കിന്റെ ചങ്കാണ്, ചിന്നും ചന്തം ചിന്തണ താമര ചെണ്ടാണ്, നെഞ്ചൊരുക്കണ മൊഞ്ച് മനം പെടപെടപ്പിക്കും കണ്ണ്, എന്റെ കരളിലി കിളിക്കടുക് പൊട്ടിച്ചു കരകരുത്തൊരു പെണ്ണാണ്, കള്ളിപ്പെണ്ണന്റെ ചങ്കിന്റെ ചങ്കാണ്. ഇതാണ് ഇപ്പൊ തരും. ഓ അല്ല, ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ ഇപ്പൊ നേരത്തെ ഒരു പാട്ട് പാടില്ല, ഒരു നാടൻ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നാടൻ പാട്ടുകൾക്ക് മണ്ണിന്റെ മണമുണ്ട്, മലയാളത്തിന്റെ ഗന്ധമുണ്ട്, വിയർപ്പിന്റെ രുചിയുണ്ട്. അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ നാടൻ പാട്ടുകളാണ്. നാടൻ പാട്ടുകൾ ഞാൻ പണ്ട് നാടൻ പാട്ടുകൾക്കൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ കുട്ടികൾക്ക് ശില്പശാല സംഘടിപ്പിച്ചതാണ്. കാരണം എന്നൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ ഞാൻ മോട്ടിവേഷൻ സ്പീക്കറാണല്ലോ. അപ്പൊ എന്നെ ക്ലാസ് എടുക്കാനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ കുട്ടികൾ ബോറടിക്കുമ്പോൾ അപ്പൻ്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ആ ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ട് ഞാൻ നാടൻ പാട്ട് കുട്ടികളെ കൊണ്ടൊക്കെ ഏറ്റെടുപ്പിച്ച് പാടും. അപ്പൊ കുട്ടികളൊക്കെ ആക്റ്റീവ് ആവും, വീണ്ടും ക്ലാസ് തുടങ്ങും, വീണ്ടും എവിടെയെങ്കിലും അവരൊന്ന് പാട്ടുണ്ട് പാടും. അങ്ങനെ നാടൻ പാട്ടുകളായിട്ട് നടന്നു വരും. എനിക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്രാമീണം എന്ന പേരിൽ, കോഴിക്കോട് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ്റെ. ഞങ്ങളൊരു 15 പേര് ഒരുമിച്ച് ഇങ്ങനെ 2 മണിക്കൂർ നാടൻപാട്ടുകൾ പാടുന്ന ഒരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നാടൻപാട്ടുകളോട് ഭയങ്കര ക്രേസ് വന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടിയ പാട്ടും ഒരു നാടൻപാട്ടാണ്. അത് നിദ്രാടനം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ആ പാട്ട് ഇങ്ങനെയാണ്: ചെണ്ട കൊട്ടനടി ചെങ്കല കൊട്ടനടി പട്ടൊടുത്ത് പൂവ് ചൂടിച്ചാര വരിനടി, ചെണ്ട കൊട്ടനടി ചങ്കില് ചെങ്കല കൊട്ടനടി പട്ടൊടുത്ത് പൂവ് ചൂടിച്ചാര വരിനടി. അത് ആ പടത്തില് കള്ളുഷാപ്പിൽ നിന്ന് ആളുകൾ കള്ളൊക്കെ കുടിച്ച് പാടുന്നൊരു പാട്ടാണ്. അതാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്ന, സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് പാടുന്ന നാടൻ പാട്ട്. അപ്പൊ വിനോദേട്ടനെ ഈ പാട്ടൊക്കെ ചെറുപ്പത്തിലുണ്ട്, എപ്പോഴാണ് ആ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്? പാട്ട് എന്റെ കുട്ടിക്കാലം മുതലേ ഉണ്ട്. പാട്ടും അഭിനയവും എനിക്കറിയില്ല. ഞാനിപ്പോഴും എന്റെ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്, എന്റെ സ്റ്റാറ്റസിൽ കാണാം, സംഗീതം എന്റെ ജീവനാണ്, അഭിനയം എന്റെ ശ്വാസമാണ്. അതാണ് സത്യം. കാരണം കുട്ടിക്കാലം മുതലേ എന്റെ കൂടെ പാട്ടുണ്ട്. ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് പാടുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സമ്മാനം എനിക്കാണ് കിട്ടാറ്. പിന്നെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പം കോളേജിൽ മ്യൂസിക് ട്രൂപ്പിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പം മ്യൂസിക് ട്രൂപ്പിൽ സെലക്ഷൻ കിട്ടിയ ആളുകളൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ചവരാ. ഞാൻ മാത്രം ശാസ്ത്രീയമായിട്ട് പഠിച്ചില്ല, പക്ഷെ ഞാൻ പാടുന്നുണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾ പാട്ട് പഠിപ്പിക്കാൻ വന്നിരുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂരി മാഷ. അപ്പൊ മാഷ് വന്നിട്ട് ഇങ്ങനെ ഞാൻ സംഗീതം പഠിച്ചില്ല എന്ന് പറയുമ്പോൾ മാഷക്കും ഭയങ്കര അത്ഭുതം. അപ്പൊ മാഷ് അപ്പൊ വിനോദ് സംഗീതം പഠിക്കണം, അപ്പൊ വിനോദിന് ഗംഭീരമായിട്ട് പാടാൻ സാധിക്കല്ലോ. അപ്പോഴാണ് പഠിക്കണം എന്നുള്ളൊരു ചിന്ത വന്നത്. അങ്ങനെ എൻ്റെ സുഹൃത്ത് രാജഗോപാൽ എന്നെ ബേപ്പൂരുള്ള ഒരു ആളെടുത്ത്, ഒരു ബാലകൃഷ്ണൻ എന്നൊരു മാഷിൻ്റെ അടുത്ത് എന്നെ കൊണ്ടാക്കി. ആ മാഷും ശ്രീധരൻ പൊണ്ണങ്കാട് അവരൊക്കെയാണ് എന്നെ പാട്ട് പാടുക. അങ്ങനെ ഒരു 3 വർഷം ഞാൻ പാട്ട് പഠിച്ചു. അപ്പൊ നമുക്ക് സ്വരങ്ങളും കാര്യങ്ങളൊക്കെ പാടാനുള്ള ഒരു അങ്ങനെയാണ്. അപ്പൊ പാട്ട് കുട്ടിക്കാലം മുതലേ ഉണ്ട്. അഭിനയത്തിന്റെ കൂടെ തന്നെ പാട്ടുണ്ട്. എപ്പോഴും ഞാൻ പാട്ട് പാടിക്കൊണ്ടാണ്. അതാണ് എൻ്റെ പ്രത്യേകത. ഞാനിപ്പം കാർ ഓടിക്കുകയാണെങ്കിലും ബൈക്ക് ഓടിക്കുകയാണെങ്കിലും ഒക്കെ ഞാൻ പാട്ട് പാടിക്കൊണ്ടാണ് ഓടിക്കുക. അത് കൂടുതലുള്ളവർക്കൊക്കെ മറ്റേ പാട്ട് പാടിയിട്ടാ അപ്പൊ അത് അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടും. അങ്ങനെ ഫുൾ ടൈം ഉണ്ട് പാട്ടുണ്ട്. ഫുൾ ടൈം പാട്ടുണ്ട്. അല്ല, പാട്ടിൽ ഏതൊരു കാര്യം എടുക്കണേ പാട്ട് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതായത് നമ്മൾ എല്ലാത്തിനും പാട്ടുണ്ട്. ഒരു നൃത്തമാണെന്നുണ്ടെങ്കിൽ അതിനൊരു പാട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അഭിനയം ആണെങ്കിൽ അതിനൊരു പാട്ടുണ്ട്. എല്ലാത്തിനും ഒരു സംഗീതം ഉണ്ട്. സിനിമയില് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴാണ് പാട്ടുണ്ടാവണം, ശ്രദ്ധിച്ചില്ലേ? അല്ലാതെ അതിനിടയിൽ പാട്ടില്ല. ഒരു പ്രണയം ഒരു പ്രണയ നൈരാശ്യം വന്നാൽ അപ്പ പാട്ടായി, അല്ലേ? അതേപോലെ സന്തോഷം വന്നാൽ അപ്പ പാട്ട്. എല്ലാ സിറ്റുവേഷനും പാട്ടാണ്. പാട്ടിന് ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട് എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പാലം പാലം എന്നുള്ള പാട്ട്. എനിക്കും നാടൻ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. എനിക്ക് അത് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് പാടിയാലോ? ആ പാട്ട് പാടുന്നതിന് മുമ്പ് ആ പാട്ട് പാടിയത് ശരിക്കും ജിതേഷ് കക്കിടിപ്പുറം എന്ന ആളാണ്. അയാളുടെ പാട്ടാണത്. അയാൾ പാടിയിട്ടാണ് ഞാൻ ആ പാട്ട് അറിയുന്നത്. പക്ഷെ അയാളുമായിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം കണ്ടുമുട്ടി, ഞാൻ അയാളെ അഭിനന്ദിച്ചു. അങ്ങനെ ഞാനും അയാൾ തമ്മിൽ അപ്പൊ ഞാൻ പാടുന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഒരു പാട്ട് വിനോദേട്ടൻ പാടണം, ഞാനൊരു പാട്ട് ചിട്ടപ്പെടുത്താം, വിനോദേട്ടൻ പാടണം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പണിപ്പുരയിൽ നിൽക്കുമ്പോഴാണ് അയാൾക്ക് മരണം സംഭവിക്കുന്നത്. അങ്ങനെ ആ പാട്ട് നടന്നില്ല. അപ്പം അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു, വിനോദേട്ട എന്തായാലും മരിച്ചുപോയല്ലോ, അപ്പൊ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ആ പാട്ട് വിനോദേട്ടനൊന്ന് പാടണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഈ പാട്ട് എഴുതിയത്. അതെന്നറിയോ? കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനപ്പ വരും എൻ്റെ അമ്മാവന്മാര് പൊന്നേ,
കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ ആ ഈ ഊ. ഈ പാട്ടും അദ്ദേഹത്തിന്റെ ആണ്. അപ്പം ആ ഒരു പാട്ട് ഞാൻ പാടി, അദ്ദേഹത്തിന്റെ ഒരു ട്രിബ്യൂട്ട് ആയിട്ടൊരു പാട്ട് പാടി. പിന്നെ അദ്ദേഹം മരിച്ചൊരു വർഷാവാറായപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് എഴുതിയിട്ട് ഞാൻ ഈ പാലവും പാടുന്നുള്ള പാട്ട് ആ ട്രാക്ക് ഉപയോഗിച്ച് ഞാൻ സ്റ്റുഡിയോ പോയിട്ട് പാടിയിട്ട്, ഇത് വെറുതെ ഒന്ന് പാടിയിട്ട് ഇട്ടതാണ് ഞാൻ. അദ്ദേഹത്തിന്റെ മരണ ദിവസം ഒരു ഓഗസ്റ്റ് 1 അപ്പൊ ഞാനിത് ഫേസ്ബുക്കിൽ ഇട്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എന്നെ വിളിക്കുന്നത് മമ്മൂക്കയാണ്. അത്ഭുതമാണ് കേട്ടോ. മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് നീ ഇപ്പൊ ഫേസ്ബുക്കിൽ പാട്ടിട്ടുണ്ടല്ലോ, അത് ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഡിലീറ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്തു. എന്താ കാര്യം എനിക്ക് മനസ്സിലായില്ലല്ലോ. അങ്ങനെ ഞാൻ മമ്മൂക്കനെ വിളിച്ചു, എന്താ മമ്മൂക്ക ഡിലീറ്റ്? ആ പാട്ട് അങ്ങനെ പാടേണ്ട ഒരു പാട്ടാണ്. ഞാൻ ആ പാട്ട് എന്താ ചെയ്തെന്നറിയോ? മറുമായത്തിന്റെ ലൊക്കേഷനിൽ ഞാനൊരു മരച്ചോട്ടിൽ ജുബയിട്ട് പോയിരുന്നിട്ട് സ്നേഹയുടെ അടുത്ത് മൊബൈൽ കൊടുത്തിട്ട് ഞാൻ ആ മരച്ചോട്ടിൽ ഇരുന്ന് പാടിയതാണ്. അങ്ങനെ ഇരുന്ന് പാടേണ്ട ഒരു പാട്ടല്ല അത്. ആ പാട്ടിൽ വലിയൊരു കഥയുണ്ട്. ആ പാട്ടിൽ വലിയൊരു സങ്കടമുണ്ട്. ഒരു അമ്മയുണ്ട്, ഒരു മകളുണ്ട്, ഒരു അച്ഛൻ്റെ നൊമ്പരമുണ്ട്, ഒരു വലിയൊരു വലിയൊരു കഥയുണ്ട് അതിനകത്ത്. നിനക്കതൊന്ന് ചിത്രീകരിക്കാൻ തോന്നിയാൽ എന്ത്? അതൊന്ന് ചിത്രീകരിച്ച് എത്ര ആൾക്കാരുടെ മനസ്സിൽ അത് സ്ഥാനം പിടിക്കും? അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ശരിയാണല്ലോ, അത് ചിത്രീകരിക്കായിരുന്നല്ലോ, ആ ചിത്രീകരിക്കണം. ചിത്രീകരിച്ച് നീ എനിക്ക് അയച്ചതാ, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇട്ടോളാന്ന് പറഞ്ഞു. അതൊരു വലിയൊരു ഭാഗ്യം. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ക്യാമറമാനെ വെക്കണു, പിന്നെ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ കബിനിയെ കൊണ്ടുവരുന്നു, എൻ്റെ മോളായിട്ട് അഭിനയിക്കാൻ ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു. ഈ പാട്ട് ഞാൻ മാത്രമാണല്ലോ പാടിയിരുന്നത്. അപ്പൊ കുട്ടി അതിൽ പാട്ടിൽ ആ മോളുടെ വേഷം പാടാൻ വേണ്ടി ഞാനൊരു മോളെ തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് മാറ്റി റെക്കോർഡ് ചെയ്തു പാട്ട്. മോളുടെ വേഷം മോളെ തന്നെ പാടി. അങ്ങനെ ഈ പാട്ട് ചിത്രീകരിച്ചു, നമുക്ക് കഴിച്ചു കൊടുത്തു. നമുക്ക് 10ൽ 10 മാർക്കും തന്നു. എന്നിട്ട് മൂപ്പരുടെ പേജിലൂടെ. അപ്പം ഇതിനെ കൊണ്ട് വ്യൂവേഴ്സായി. ശരിക്കും ജിതേഷ് കക്കടിപ്പുറം ഇത് വെറുതെ പാടിയിട്ടുള്ളൂ. ഫ്ലവേഴ്സ് ടിവിയിലാണല്ലോ ഒന്നും പാടിയിരിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ ചിത്രീകരിച്ച് വന്നപ്പം ഇത് ശരിക്കും കുറ്റിപ്പുറം പാലത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഈ കുറ്റിപ്പുറം പാലത്തിന്റെ പണി നടക്കുന്ന സമയത്ത് പാലത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ കുരുതി കൊടുക്കുന്നുണ്ട്. അതവിടെ ആ പാലത്തിന് വേണ്ടി പണി ചെയ്ത ഒരു സ്ത്രീയെ കുരുതി കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു പണിക്കാരിയെ അന്നത്തെ തമ്പ്രാൻ കുരുതി കൊടുക്കുകയാണ്. അങ്ങനെ അതാണ് കഥ. അപ്പൊ പിന്നീട് ആ പാലത്തിന് മുകളിലൂടെ ഈ അച്ഛനും മോളും നടന്നു പോകുമ്പം കുട്ടി ഒരു വിളി കേൾക്കുക, മോളെ എന്നുള്ളൊരു വിളി. അപ്പൊ മോള് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പൊ അച്ഛൻ എന്താ, അച്ഛൻ അമ്മ വിളിക്കുന്ന പോലെ തോന്നിയില്ല അച്ഛാ. അപ്പോഴാണ് അച്ഛൻ ആ കഥ പറയണത്. മോളെ, അമ്മ ഇവിടെ ഉണ്ട്, ഈ പാലത്തിന്റെ അടിയിൽ അമ്മ ഉണ്ട്. ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട്, പാലോം പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിച്ച ഒരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറില്ലേ എന്ന് കുട്ടി പാടുമ്പോൾ അച്ഛൻ കഥ പറഞ്ഞു കൊടുക്കണം. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കാരക്കിടകം, തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലം. ഇങ്ങനെയാണ് തുടങ്ങണ പാട്ട്. എനിക്കുണ്ടല്ലോ, ഞാൻ ഭയങ്കര ഇമോഷണലായി. എന്താ വെച്ചാൽ ഈ കഥയും കൂടി നമ്മൾ ആ കഥ അറിഞ്ഞു. അതാണ് ഈ കഥ, അതാണ് സത്യം. ഈ പാട്ട് വന്നപ്പോഴാണ് ഇതിന്റെ കഥ പലരും അറിയുന്നത്. ഇതിന് അവസാനം കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അമ്മേനെ കുരുതി കൊടുത്ത് അച്ഛനെ പൊക്കൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, അത് അവരുടെ തീരുമാനമാണ്. പെണ്ണിന്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണ് ഉറയ്ക്കുള്ളൂന്ന്, തമ്പ്രാന്റെ വാക്കിന് എതിർവാക്കില്ല, എന്റെ കിടാത്യോളെ കൊണ്ടും പോയി, നിന്റെ അമ്മ മണ്ണോട് മണ്ണുമായി, നിന്റെ അമ്മ മണ്ണോട് മണ്ണുമായി. വെറുതെ അല്ല മമ്മൂക്കത് പറയാൻ കാരണം എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ എന്താന്നറിയോ, ആ പാട്ടിന്റെ വരികള് അല്ലെങ്കിൽ അർത്ഥം അറിഞ്ഞ് നമ്മൾ അത് മനസ്സിലാക്കുമ്പോണ്ടല്ലോ, അപ്പോഴാണ് നമുക്ക് ആ പാട്ടിന്റെ ഇത്രയും ഒരു ഭംഗി. ഈ പാട്ട് പാടിയ ജിതേഷ് ചേട്ടന്റെ ഫാമിലി, ജിതേഷ് ചേട്ടന്റെ
മക്കള് മക്കളല്ല മരുമക്കളൊക്കെ ഉണ്ട്, മൂപ്പര് കല്യാണം കഴിച്ചിട്ടില്ല. അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ഭയങ്കര സന്തോഷം പറഞ്ഞു. കാരണം ഇത് ഇങ്ങനെ ചിത്രീകരിക്കാനൊന്നും ഏട്ടൻ ചിന്തിച്ചിട്ടില്ല, പാപ്പൻ. പക്ഷെ വിനോദേട്ടൻ അത് ചെയ്തല്ലോ, അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ കഥ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അതാണ് ഫലവും. അതെ, ഇത് പറഞ്ഞു വന്നപ്പോൾ വിനോദേട്ടൻ കൊടുക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട് ആ പാട്ടിന്, അല്ലെ എഫക്ട് ഫീല്. അതെ, എഫക്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്കൊരു എഫക്ട് ആവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ ആ ഫീലിനനുസരിച്ച് പാടുമ്പോൾ നമുക്ക് ശരിക്കും അത് ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുന്ന പോലെയാണ്. നമുക്ക് അതിന്റെ ആ ഒരു ഇമോഷനൊക്കെ കൂടി നമ്മുടെ ഉള്ളിലോട്ട് വരും. നമ്മൾ ഉൾക്കൊണ്ട് പാടുമ്പോൾ നമുക്കത് വരും. ഇപ്പൊ മറിമായത്തിന്റെ സെറ്റില് വെറുതെ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള താരങ്ങളൊക്കെ വന്നിട്ട് എന്നോട് പാടാൻ പറയും. അവിടെ ഇടയ്ക്കിടയ്ക്ക് പാട്ടാണ്. അപ്പൊ അവർക്കൊക്കെ ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചിലർക്ക് വിരഹഗാനം വേണം, ചിലർക്ക് ജഗവക വേണം, ചിലർക്ക് നാടൻപാട്ട് വേണം. അപ്പൊ എല്ലാ തരം പാട്ടുകളും നമ്മൾ. അപ്പൊ അത് വെറുതെ എന്റെ കയ്യിൽ ഒരു മൈക്ക് ഉണ്ട്, ഞാൻ ആ മൈക്ക് ഞാൻ എന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണാം. പിന്നെ പാട്ടോട് പാട്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഇയാളാണ് എന്റെ കാഴ്ചക്കാരി സീമോള് എന്റെ കണ്ടിങ്ങനെ ഇരിക്കും. ഞാനത് എൻ്റെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ആ മൈക്കിൽ പാടുമ്പോൾ ഭയങ്കര എഫക്റ്റാണ്. അപ്പം എല്ലാവരും എന്നെ ഈ സ്റ്റാറ്റസ് കേൾക്കുന്ന ആൾക്കാർ മുഴുവൻ സ്റ്റാറ്റസ് അയച്ചു കൊടുക്കാൻ പറയും അവർക്ക്. അപ്പോൾ വിനോട്ടം എന്തൊരു ഫീലാണ് വിനോട്ടം പാടുമ്പം എന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ ഈ പാട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പാട്ട് പാടിയിരുന്നു. തിരിച്ചിനി അണയാതെ പിരിയുവാനാണെങ്കിൽ എന്തിനൻ കൂട്ടിൽ നീ വന്നു, തിരിച്ചിനി അണയാതെ പിരിയുവാനാണെങ്കിൽ എന്തിനൻ കൂട്ടിൽ നീ വന്നു, ജഹന്നത്തിനകത്തന്നെ തള്ളാനോ നീയൊരു ജന്നത്തിൻ പൂവായി വിടന്നു, ജന്നത്തിൻ പൂവായി വിടന്നു. ഇന്നെന്റെ കൽബിലെ ചെന്നിലം കൊണ്ടൊരു മംഗല്യ മൈലാഞ്ചി, നിനക്കായി മംഗല്യ മൈലാഞ്ചി, അവസാന ദിക്കറും ചൊല്ലി ഞാൻ ഇന്നെന്റെ അരുമക്കിനാക്കളെ കബറടക്കാം, അരുമക്കിനാക്കളെ കബറടക്കാം. ഇത് പാട്ട് ഗസൽ എന്ന് പറഞ്ഞ സിനിമയിലുള്ള പാട്ടാണ്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ പടം കാണാത്തവരും ഈ പാട്ട് കേൾക്കാത്തവരും ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ അയ്യോ വിനോദേട്ടാ ഇതേതാ പാട്ടത്, അയ്യോ എന്തൊരു ഫീലാ വിനോദേട്ടാ, സങ്കടാവണോ. ഞാനിത് ഗസൽ എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പോഴാണ് അവരെ പാട്ടൊക്കെ എടുത്ത് കേൾക്കുന്നത്. പലരും അതാണ് ഓരോരുത്തർ പാടി കേൾക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചിലവര് ഏത് പാട്ടായിരിക്കും ചിന്തിച്ചു പോകുന്നത്. പക്ഷെ ഗംഭീരാണ് കേട്ടോ വിനോദേട്ടാ, ഒന്നും പറയാനില്ല. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമോഷൻ കൊടുക്കുന്നതാണ് നമ്മൾ ഓരോ പാട്ടിനുള്ള ഒരു ഫീല്. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഈ സങ്കടപ്പാട്ടുകൾ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫീലിങ്സ് ഉള്ള പാട്ടുകൾ, ഈ പഴയകാല പാട്ടുകളൊക്കെ. അപ്പം എന്നോട് പലരും ഇപ്പം ഞാൻ US പോയിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ വീട്ടിലായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ വിനോദ് നന്നായി പാടും. അപ്പോൾ ഉടനെ മൈക്ക് വന്നു, പിന്നെ അവിടെ പാട്ടാണ്. അപ്പോൾ അവരൊക്കെ പഴയ പാട്ട്, വിനോദേ മറ്റേ സുമംഗലി പാട്, വിനോദേ സന്യാസിനി പാട്, വിനോദേ ഇങ്ങനെ പഴയ പാട്ടുകളൊക്കെ പാടി 3:30-4 മണി വരെയൊക്കെ പാടിയിരിക്കും. എന്നിട്ടാ പോയി കിടന്നുറങ്ങി. അതെ, അതൊക്കെ നമുക്ക് തന്നെ ഒരു ഭയങ്കര, എല്ലാവർക്കും ഒരു സന്തോഷം, കേൾക്കുന്ന ഒരു സുഖം, നമുക്ക് പാടുന്ന ഒരു സുഖം, എല്ലാം കൊണ്ടൊരു എല്ലാവരും പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പോഴും ഒരാളുടെ മനസ്സിലേക്ക് ഏറ്റവും എളുപ്പം കയറിക്കൊടാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് പാട്ട്. ഇത്ര പെട്ടെന്ന് നമുക്ക് ഒരാളുടെ നമ്മളൊരു ടൂറിന് പോകുമ്പം ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോയി പെട്ടെന്ന് ഒരാൾ ഞാൻ കയറി ഒരു പാട്ടോട് പാടി, പിന്നെ എല്ലാവരും എൻ്റെ കൂടെയാണ്. പിന്നെ വിനോദേട്ടനാണ് അവർക്ക്. ഒരു പരിചയമില്ലാത്തൊരു ഗ്രൂപ്പിലൊക്കെ പോയിട്ട് നമ്മളങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കര സന്തോഷമാണ്. ചിലർക്ക് ഒരു തുടക്കം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും, ചിലർക്ക് ധൈര്യം ഉണ്ടാവും പാടാൻ വേണ്ടി. തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങോട്ട് തകർക്കും. അപ്പൊ ഈ ഒരു എന്താ പറയാ ഫീലിങ്സ് കൊടുക്കുന്നത് പറഞ്ഞപ്പോഴാണ് മറ്റേ ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും, എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറച്ച് ദിവസം മുൻപ് ഒരു 4 കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മുത്തശ്ശി മരിച്ചിട്ടുണ്ടായിരുന്നു, 3 കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വീട് പണിത് കൊടുത്ത സമയത്ത് അവിടെ എല്ലാവരും അവരുടെ വലിയൊരു ഫോട്ടോ ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായി. അത് കണ്ടപ്പോ എനിക്ക് പിന്നെ അതുപോലെ തന്നെ അവരുടെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും ഈ കുറെ അവർക്ക് ഇഷ്ടമുള്ള മിഠായികളൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് മനസ്സിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കാന്ന് പറയല്ലോ. അപ്പൊ ആ ദുരന്തം നമ്മൾ ഇനി ഒരിക്കലും എന്താ പറയാ, നമ്മുടെ എപ്പോഴും ഒരു തീരാ നോവായിരിക്കും. അതിനെ കുറിച്ച് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ അത് നോവണങ്ങാതെ എന്നുള്ള പാട്ട്, ഈ പാട്ട് ഉണ്ടാവാൻ കാരണം
ഞാൻ ഈ ചുരൽമല ദുരന്തം നടന്ന സമയത്ത് ഞാനൊരു സോഷ്യൽ വർക്കറും കൂടിയാണ്. അപ്പം എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ ക്യാമ്പിലിരിക്കുന്ന ആളുകളൊന്ന് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. പക്ഷേ നിർവാഹമില്ല, ഒരാളെ കൊണ്ട് അടുപ്പിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പം 2 ആഴ്ച കഴിഞ്ഞപ്പം എനിക്ക് വയനാട് കളക്ടറുടെ ഒരു കോള്, കളക്ടറുടെ ഓഫീസിൽ നിന്ന്. വിനോദ് കൗരല്ലേ കളക്ടർക്ക് കൊടുക്കാം, കളക്ടർ വിനോദ് ഒന്ന് ക്യാമ്പിൽ വരണം, വിനോദിന്റെ ആവശ്യമുണ്ട് ഇവിടെ, കുട്ടികളൊക്കെ ഭയങ്കര ഡള്ളാണ്, അപ്പൊ അവരൊക്കെ ഒന്ന് ചിറപ്പാക്കണം, അവർക്ക് ഒരു മോട്ടിവേഷൻ. അങ്ങനെ ഉടനെ ഞാൻ കാറെടുത്ത് പോയി. 3 ക്യാമ്പുകളിലും സ്കൂളുകളിലാണ് ക്യാമ്പ് നടക്കണം. അപ്പൊ എന്നു പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഈ മൂസക്കായ് എന്നുള്ള കഥാപാത്രം അവിടെയൊക്കെ ഭയങ്കര ഹിറ്റാണ്. വയനാട്ടിലുള്ള ഒരു പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ എന്നെ കണ്ടപ്പോഴേക്ക് കുട്ടികളൊക്കെ ഓടി വന്ന് മൂസക്കായ് എന്നും പറഞ്ഞൊക്കെ വന്ന്. പിന്നെ ഞാൻ ഈ കുട്ടികളെ ഇങ്ങനെ കഥ പറഞ്ഞും പാട്ടുപാടിയൊക്കെ എൻ്റർടൈൻ ചെയ്യണം. അപ്പം കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുമ്പോൾ ഉള്ളുന്ന ഉമ്മമാരും അമ്മമാരും ഒക്കെ വരികയാണ് എന്നെ കണ്ടിട്ട്. അവരുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം വിടുകയാണ്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഞാൻ അവരുടെ കൂടെ ചിലവഴിച്ചു. അന്നാണ് ഞാൻ അവിടുത്തെ, എനിക്ക് ഒരു മോളെ കിട്ടുന്നത് അവിടെ നിന്നാണ്. ഞാൻ അവിടെ നൈസ എന്ന് പറഞ്ഞ മോളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ വാപ്പയും 2 സഹോദരിമാരും, വാപ്പയുടെ വാപ്പയും വാപ്പയുടെ ഉമ്മയൊക്കെ ഒലിച്ചു പോയി. ഈ കുട്ടി ഉമ്മയും മാത്രമാണ് രക്ഷപ്പെട്ടത്. അവിടെ പ്രധാനമന്ത്രിയുടെ കയ്യിലൊക്കെ ഇരുന്ന് കളിച്ചിരുന്നു നൈസ എന്ന് പറഞ്ഞ മോള്. ആ മോളും എന്നോട് വല്ലാത്തൊരു അടുപ്പം കാണിച്ചു. അപ്പോൾ അവസാനം ഞാൻ ആ മോളെ ഞാൻ ഏറ്റെടുത്തു. അവളുടെ വിദ്യാഭ്യാസ ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഗവൺമെൻറ് വെച്ച പുതിയ വീട്ടിലേക്ക് അവർ പോയി. അപ്പോൾ ഇവർ ഈ ദുരന്തം നടന്നിട്ട് ഫസ്റ്റ് ഓണം വന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായി അവിടുത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും. കാരണം ഒരു വീട്ടിൽ നിന്ന് 4 പേരൊക്കെ ഒലിച്ചു പോയൊരു വീട്ടുകാർക്ക് ഈ ഓണം വരുമ്പോൾ അവരുടെ ഓർമ്മകൾ എത്രമാത്രം, കഴിഞ്ഞ ഓണത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ആളുകളല്ലേ. ഈ ഒരു ചിന്ത വന്നപ്പോഴാണ് പിന്നെ ഈ മോളുമായിട്ടുള്ളൊരു അടുപ്പവും ഒരു പാട്ട് ചെയ്യണം, അപ്പം ഓണത്തിന് അത് ഇറക്കണം എന്ന്. അങ്ങനെ ഞാൻ മണി താമര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കലാപ മണിച്ചേട്ടന് ഒരുപാട് പാട്ടുകൾ എഴുതി കൊടുത്ത ആളാണ് മണി താമര. അവനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനൊരു പാട്ട് എനിക്ക് ചെയ്യണതിന് മണി, ഒരു ഫീലിങ്സ് പാട്ടായിരിക്കണം. മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വേദനയാണ്. മകൻ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ, അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ഓണം വന്നപ്പോൾ അവർക്ക് മകനെ ഓർക്കുകയാണ് അവർ. അവൻ ഉടനെ തന്നെ ഒരു പാട്ട് എഴുതി ട്യൂണിട്ട് എനിക്ക് തന്നു. ഉടനെ ഞാനത് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ കൊടുത്തു. ഓർക്കസ്ട്രേഷൻ കഴിഞ്ഞു. ഞങ്ങൾ ടീമായിട്ട് വയനാട്ടിൽ പോയി. ഈ ദുരന്തം നടന്ന തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം നല്ല മഴ വീണ സമയവും വഴുക്കലും. ഞങ്ങളെ കൂടെ വന്ന എല്ലാവർക്കും ഒന്ന് അപകടം പറ്റിയിട്ടുണ്ട്. പക്ഷേ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ സാധിച്ചു. ആ പാട്ട് ഓണത്തിന് ഇറങ്ങി. ഒരുപാട് പേര് ആ പാട്ട് കണ്ടിട്ട്, കാരണം വയനാട്ടിലെ ആളുകൾക്ക് ആ പാട്ട് ശരിക്കും നെഞ്ചത്ത് തട്ടി ശരിക്കും. കാരണം നഷ്ടപ്പെട്ട ആളുകളുടെ, കാരണം അവരുടെ ആ ദുരന്തം നടന്ന രാത്രി ഞങ്ങൾ കാണിക്കുന്നുണ്ട്. രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് വെള്ളം ഇടിച്ചു കയറുന്നതും വാവിട്ട് കരയുന്നതും ഒക്കെ. അങ്ങനെ ഇപ്പൊ ആ പാട്ടിന് 3 അവാർഡുകളും കിട്ടി എനിക്ക്. ആ പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിലേ, ആ പാട്ട് വെറുതെ ഒരു പാട്ട് ചെയ്തതല്ല. ആ പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നെഞ്ചിലൊരു വിങ്ങലാണ്. അത് ശരിക്കും പറഞ്ഞാൽ വിനോദേട്ടൻ കൊടുക്കുന്ന ഒരു ഫീലിംഗ്. അത് ഞാൻ തന്നെ പാടി. അവന് എത്രയോ പേര് പറഞ്ഞു. എനിക്ക് ആ ആൽബത്തിന് കിട്ടിയ അവാർഡ് മൊത്തം ബെസ്റ്റ് ആക്ടർ അവാർഡാണ്. അതിൽ ആ പാട്ട് പാടി അഭിനയിച്ച ക്യാരക്ടറിനാണ് അവാർഡ്. അത് ഒരുപാട് എനിക്കും ഭയങ്കരമായിട്ട്, കാരണം ഞാനും സ്റ്റുഡിയോയിൽ നിന്ന് ഞാനും കരഞ്ഞു പോയിട്ടുണ്ട് ചില സീനിലൊക്കെ. അതിൽ എൻ്റെ കൂടെ അഭിനയിച്ചൊരു പയ്യനുണ്ട്, എൻ്റെ മോനായിട്ട് അഭിനയിച്ചത്. അവൻ കോഴിക്കോട് എൻ്റെ തൊട്ട അയൽവാസി വീട്ടിലെ മോനാ. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അവനെ തമ്മിൽ ഭയങ്കര കട്ടക്കമ്പനിയാണ്. അവൻ്റെ അച്ഛൻ ദുബായിലാണ്. അപ്പോൾ അവന് എല്ലാത്തിനും ഞാനാണ് കുഞ്ഞപ്പന്ന, ഞാൻ അവനെ വിളിക്കുക, അത്വിക്കുന്നാണ് പേര്. അപ്പോൾ അവനെ തന്നെ ഞാൻ എൻ്റെ മകനായിട്ട് അഭിനയിപ്പിച്ചു. അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ആയി. അപ്പോൾ മകൻ മരിച്ചത് ചുരൽമലയുടെ താഴെ ഈ കുരുപുരയുടെ കീഴേ ഓടിക്കളിച്ചൊരു ഉണ്ണി ഓർമ്മകൾ തന്നു മടങ്ങി, ഓർമ്മകൾ തന്നു മടങ്ങി. കുന്നോളം ചപ്പനം കണ്ട് മൂളിപ്പാട്ടൊന്ന് പാടിയുറക്കി, കുന്നോളം ചപ്പനം കണ്ട് മൂളിപ്പാട്ടൊന്ന് പാടിയുറക്കി. കൂരിരുളിന്റെ മറവിൽ കലഞ്ഞെന്ന് വീണേ ഈ കൂട്ടുകുടുംബം പൊലിഞ്ഞേ ആണ് പാട്ട്. പക്ഷെ അതിന്റെ പല്ലവി അനുപല്ലവിയൊക്കെ ഭയങ്കര സംഭവമാണ്. ചിങ്ങത്തിലോണം വന്നാൽ ഉണ്ണിക്ക് പുള്ളിയുടുപ്പൊന്നു വേണ്ടേ, കൂട്ടുകാരൊത്തൊരുമിച്ച് പൂക്കൾ പറിക്കാനും പോണ്ടേ, അച്ഛനും അമ്മയും ഉണ്ണിയും പൂക്കളമൊക്കെ ഒരുക്കുമ്പോ നമ്മുടെ മണ്ണാണെന്ന് നമ്മൾ കരുതിയിരുന്നപ്പോ മലമേലെ ഊടിയ മഞ്ഞ് മുണ്ടക്കൈ മക്കളെ കൊന്നീലേ, മലമേലെ ഊറിയ മണ്ണ് മുണ്ടക്കൈ മക്കളെ കൊന്നീലേ.
ഇപ്പോഴും ആ പാടുമ്പോൾ എനിക്ക് സത്യം എനിക്കും ആ പാട്ട് പാടുമ്പോൾ പിന്നെ ഈ പാട്ട് ഇപ്പോഴും എന്താ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മ ഭാര്യയുടെ അമ്മയുണ്ട് അവിടെ, ആ പാട്ട് ഇടാൻ പറയും. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീൽ. അപ്പോൾ ഈ അടുത്ത് ഈ ഫ്ലാറ്റിൽ എൻ്റെ തൊട്ടൊരു ഫ്ലാറ്റിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മോളുണ്ട്, ആ മോൾ എപ്പോഴും ഇവിടെ വരും. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ അവള് വിനോദങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണാം. അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വന്നപ്പം ഈ പാട്ട് ആദ്യം വന്നു. ഈ പാട്ട് കേട്ടാലോ, ഈ പാട്ടാണ്ട് കേട്ടോളൂ. പാട്ടിൻ്റെ അവസാനമായപ്പോൾ ഈ കുട്ടി കിടന്ന് ഭയങ്കര കരച്ചിൽ. കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് കരയണം. അവസാനം ഞാൻ അവളുടെ അമ്മയൊക്കെ വിളിച്ചു, എന്തത്? അപ്പോൾ എനിക്ക് സങ്കടമുള്ള പാട്ടായിട്ട് സങ്കടമുള്ള പാട്ട് കേട്ടു. അവൾക്കത് താങ്ങാൻ പറ്റില്ല വിനോദേട്ട, അതാണ്. അങ്ങനെ അത് എത്രയോ പേരങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് ഇത്ര ഒരു ഇമോഷൻ വരണമെന്നുണ്ടെങ്കിൽ ഒരു അനുഭവിച്ച ആളുകളുടെ ഒരു അവസ്ഥ നമ്മൾ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും വിങ്ങലായിരിക്കും. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്താ പറയാ കരച്ചില് വരുന്നുണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ. ഇപ്പൊ നമ്മള് കുറേ സങ്കടത്തിലുള്ള പാട്ടൊക്കെ വിനോദേട്ടൻ പാടിയിട്ടുണ്ട്, പക്ഷെ ഒരു സന്തോഷമുള്ള പാട്ടും കൂടി പാടിയിട്ടുണ്ട്. കോഴിക്കോട് നമ്മുടെ ഒരു കലോത്സവം ഉണ്ടായിരുന്നു, കലോത്സവത്തിന്റെ പാട്ട്. അതിന്റെ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? സ്കൂൾ കലോത്സവം വന്നപ്പം കോഴിക്കോട്ടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട് തേജ് മെർവിൻ. അദ്ദേഹമാണ് വിനോദേട്ട നമുക്ക് കലോത്സവം വരില്ലേ, അപ്പോൾ എല്ലാ ജില്ലയിലെ കുട്ടികളെയും സ്വാഗതം ചെയ്തുകൊണ്ടൊരു പാട്ട് വിനോദേട്ടൻ പാടി അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ റെഡി, നിങ്ങൾ പാട്ട് ചിട്ടപ്പെടുത്തിക്കോ. അങ്ങനെ ഒരു മാരാരുണ്ട്, മാരാര് എഴുതി, തേജേട്ടൻ മ്യൂസിക് ചെയ്തു, ഞാൻ ആ പാട്ട് കണ്ട് പാടി. ഭയങ്കര വൈറലായിരുന്ന പാട്ട്. കാരണം അവിടെ കലോത്സവത്തിന് വന്ന കുട്ടികൾ എപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ഒരു സ്റ്റേജിൽ കയറ്റി. ഞാൻ എന്നോട് ഈ പാട്ട് ലൈവായിട്ട് പാടാൻ പറഞ്ഞു. അവിടെ എല്ലായിടത്തും ഈ പാട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ലൈവായിട്ട് ഞാൻ പാടിയപ്പം മാർഗംകളി കളിക്കുന്ന കുട്ടികളുണ്ടല്ലോ, കോട്ടയത്തെ ഏതോ ജില്ലയിലെ കുട്ടികളാണ്, അവർ മാർഗംകളി കളിച്ച് വന്നിരിക്കുക. ഇവർ മാർഗംകളിയിലെ ഡാൻസ് ആ ഡ്രസ്സിൽ വന്നിട്ട് ഈ പാട്ടിന് ഭയങ്കര കളി. അവർ വന്നോളിങ്ങള് വന്നോളി കോഴിക്കോടിൻ മുറ്റത്ത്, കളിച്ചോളിങ്ങള് പാടിയോളി കൈയടിക്കാൻ ഞമ്മളുണ്ട്, കപ്പേന്തെന്ന് കപ്പും കൊണ്ട് പൊയ്ക്കോളിങ്ങള് കുട്ടിയോളെ, കപ്പേന്തെന്ന് കപ്പും കൊണ്ട് പൊയ്ക്കോളിങ്ങള് കുട്ടിയോളെ, വന്നോളിങ്ങള് വന്നോളി കോഴിക്കോടിൻ മുറ്റത്ത്, കളിച്ചോളിങ്ങള് പാടിയോളി കൈയടിക്കാൻ ഞമ്മളുണ്ട്, കപ്പേന്തെന്ന് കപ്പും കൊണ്ട് പൊയ്ക്കോളിങ്ങള് കുട്ടിയോളെ, കപ്പേന്തെന്ന് കപ്പും കൊണ്ട് പൊയ്ക്കോളിങ്ങള് കുട്ടിയോളെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഞാൻ അവിടെയാണ് പഠിച്ചതൊക്കെ. അപ്പോൾ എനിക്ക് ഇപ്പോഴും എത്രയോ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ കലാകാരന്മാർക്ക് ഇത്രയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു സ്ഥലമാണ്. ഞാനൊക്കെ ഒരു കോഴിക്കോട്ടുകാരനായതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇങ്ങനെ ഇതില്ല. ഇപ്പോഴും ഞാനിപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സും വേരൊക്കെ അവിടെയാണ്. കോഴിക്കോട് നിന്ന് ഒരു വിളി വന്ന അപ്പം ഞാൻ അവിടെ നിന്ന് ട്രെയിൻ കയറും. വിനോട്ട ഒരു പരിപാടി എന്ന് കേട്ടാൽ ഡേറ്റ് കൂടി ചോദിക്കില്ല, ഞാനവിടെ പോകും. ഞാൻ അത്ര ഇഷ്ടമാണ് അവിടെ ചെല്ലാം. അവിടെ ചെന്ന് അവിടുത്തെ മുട്ടായത്തൊരു കൂടെ നടക്കുമ്പം അവിടുത്തെ ആ കൂട്ടുകാരുടെ കൂടെ അവിടെ പാരങ്ങളിൽ കയറിയിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ സുഖേ, അവിടുത്തെ ബീച്ച്, അവിടുത്തെ ആളുകളുടെ സ്നേഹം വല്ലാത്തൊരു നാടാണ്. ഇപ്പൊ ബീച്ചിലെ ബിരിയാണി ഉണ്ട്, ബോംബെ ഹോട്ടലിലെ ബിരിയാണി. ഇപ്പോൾ ഞാൻ എറണാകുളത്ത് വന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. അവരൊക്കെ പറയും ഞാനൊരു 7 വർഷം കോഴിക്കോട് ഉണ്ടായിരുന്നു വിനോട്ട, ജോലി ബാങ്കിൽ മാനേജറായിട്ട്. ആ 7 കൊല്ലം ഞാൻ ശരിക്കും ആസ്വദിച്ച നാളുകളാണ്. ആളുകളുടെ സ്നേഹം, ഭക്ഷണം എല്ലാം കൊണ്ടും അവിടുന്ന് പോരാൻ തോന്നില്ലായിരുന്നു എനിക്ക് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. കോഴിക്കോട്ടുകാരനായതിൽ അഭിമാനിക്കുന്നു അല്ലേ? അല്ല, എനിക്കും ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെ ഓർമ്മകളും ഭയങ്കര സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട്. അവിടെ ആളുകളുടെ ഒരു സ്നേഹമുണ്ട്. സൽക്കാരപ്രിയരാണ് കോഴിക്കോട്ടുകാർ. ഒരു കഴിക്കുന്നു പറഞ്ഞ കഴിക്കാൻ മുഴുവൻ കഴിക്കുക, അത് ഇട്ടുകൊടുക്കടി ഇട്ടുകൊടുക്കും ഇങ്ങനെ പറഞ്ഞ ആളെ കൊണ്ട് കഴിപ്പിക്കുന്ന ആൾക്കാരാണ്. കോഴിക്കോട്ടുകാരുടെ സ്നേഹം വേറെ തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഇതേ കാലഘട്ടം ഇങ്ങനെ ഒരു പാട്ട് തന്നെയാണ്. അത് വൃന്ദ കേട്ടിട്ടുണ്ടാവില്ല. നമ്മളെ കൊറോണ കാലം വന്ന സമയത്ത് ഞാനൊരു ബോധവൽക്കരണ പാട്ട് പാടി. അത് ഞാൻ കേട്ടിട്ടുണ്ട്, അതിലോട്ട് ഞാൻ വരെയായിരുന്നു. പക്ഷെ ഈ കോഴിക്കോടുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊക്കെ നമ്മൾ വഴിയെ വരുന്നത്. അതും കൊറോണ വന്ന സമയത്തും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബോധവൽക്കരണം. കാരണം ക്ലാസ്സുകൾ എടുക്കുക, ആളുകളെ ബോധവൽക്കരിക്കുക എന്നൊക്കെ പറഞ്ഞത് വലിയൊരു ഇതാണ്. പക്ഷെ നമ്മൾ ഒരു പാട്ടിലൂടെ പണ്ട് ഞാനൊരു 7 വർഷം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ HIV AIDS പ്രിവെൻഷൻ പ്രോജക്റ്റിൽ ജോലി ചെയ്തു. അപ്പം എയ്ഡ്സ് രോഗം വരാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക, നേർവഴിയിലൂടെ സഞ്ചരിപ്പിക്കുക. കാരണം ഈ വേശ്യ സ്ത്രീകളും അവരെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, സെക്സ് വർക്കേഴ്സ്, അവരുടെ ഇടയിലായിരുന്നു എൻ്റെ വർക്ക് മുഴുവൻ. 7 വർഷം ഭയങ്കര ഒരു അനുഭവമാണ്. എൻ്റെ അടുത്ത പുസ്തകം അതാണ്. ഞാൻ എഴുതാൻ പോണ പുസ്തകത്തിലെ കഥകൾ മുഴുവൻ അതാണ്. അപ്പം അന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകും. 2 മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കും. എങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് പകരുന്നത്, എങ്ങനെയൊക്കെ വരില്ല, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ക്ലാസ് കേൾക്കുമ്പോൾ ചില ആളുകൾ കോട്ടുവായിടും ഒക്കെയാണ്. പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം എൻ്റെ കൂട്ടുകാരൻ കബീറുണ്ട്. കബീർ അന്ന് ഞാനും കബീറൊക്കെയാണ് നാടൻപാട്ട് പാടുന്നത്. അപ്പം കബീർ ഈ എയ്ഡ്സിനെ കുറിച്ചൊരു പാട്ട് പാടി. ഈ പാട്ട് ഞങ്ങൾ ഈ
റോഡ് ഷോ ഒക്കെ ചെയ്യും, തെരുവ് നാടകമൊക്കെ ചെയ്തിട്ട് തെരുവ് നാടകത്തിന്റെ അവസാനം ഞാനൊരു പാട്ടുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പേടിയാണ്. പാട്ടെന്താണെന്നറിയോ? അന്തിക്ക് തിന്നുവാൻ അന്നത്തിനോടുന്ന അച്ഛനുമുണ്ടെന്ന് HIV, അച്ഛനെ കാത്തിട്ട് അത്താഴമുണ്ടാക്കി അച്ഛനെ കാക്കുന്ന അമ്മയ്ക്കുമുണ്ടെന്ന് HIV. അന്തിക്ക് തിന്നുവാൻ അന്നത്തിനോടുന്ന അച്ഛനുമുണ്ടെന്ന് HIV, അത്താഴമുണ്ടാക്കി അച്ഛനെ കാക്കുന്ന അമ്മയ്ക്കുമുണ്ടെന്ന് HIV. അമ്മിഞ്ഞ പാല് കുടിച്ചു രസിക്കുന്ന ഓമന കുഞ്ഞിനും HIV. വേണ്ട ചിരിക്കണ്ട, സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാകും HIV. കണ്ടോ, ഈ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ആളുകൾക്കൊക്കെ പേടിയാ. പഠിച്ചോൻ എനിക്കുണ്ടാവുമോ ഒരു പേടിയാ. അത് ഒറ്റ പാട്ടിലൂടെ വലിയൊരു ബോധവൽക്കരണമാണത്. ആ പാട്ടാണ്ട് കേൾക്കുമ്പോൾ ആളുകൾ എല്ലാവരുടെ ശ്രദ്ധ ഈ പാട്ടിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഈ കൊറോണ കാലത്തും ഈ നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ടൊരു പാട്ട്, അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ തയ്യാറായി, അവൻ വരികൾ എഴുതി മ്യൂസിക് ചെയ്തു. അവർ പഴയ പണമുള്ള പൂരം കാണുന്ന ചേലിക്ക് നമ്മളെ തുറിച്ചു നോക്കണ കാക്കാൻ നമ്മുടെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല, പടച്ചോനാണേ ഞമ്മളെ വണ്ടിയിൽ കേറൂല, രോഗം പടരണ കേട്ടില്ല നിങ്ങള്, റോട്ടിൽ ഇറങ്ങി നടക്കണതെന്തിന്, പടച്ചോനാണേ വൈറസ് കിട്ടാതെ നോക്കേണം. ഇങ്ങനെ ഒരു പാട്ട്. ഇതിന് കുറെ ഭാഗങ്ങളുണ്ട്. എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം, എത്ര അകലം പാലിക്കണം, മാസ്ക് ഇടണം എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ റോട്ടിൽ ഇറങ്ങി റോട്ടിൽ കൂടെ നടക്കുന്ന ചെക്കന്മാരോട് ഒക്കെ വീട്ടിൽ പോയിരിക്കണം. അങ്ങനെ പാടുന്നൊരു പാട്ടായിരുന്നു. അതെ, അല്ല ശരിക്കും ആ പാട്ടിന്റെ ഒരു എഫക്ട് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്ന സമയം. അത് ക്വാറന്റൈനിൽ ഇരിക്കുന്നു, കോവിഡ് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഈ പാട്ട് കൊണ്ട് ഇറങ്ങുമ്പോ ആൾക്കാർ എന്താന്നൊക്കെ ഉള്ളൊരു പാട്ട് അന്ന് മുഖ്യമന്ത്രിയുടെ പേജിലൂടെ വരെ അത് റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ഈ കലോത്സവത്തിന്റെ പാട്ട് മുഖ്യമന്ത്രിയുടെ പേജിലൂടെയും ചിത്ര ചേച്ചിയാണ് ആ പാട്ട് അനൗൺസ് ചെയ്തത്, ഈ കലോത്സവ പാട്ട്. അങ്ങനെയൊക്കെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ പാട്ടിലൂടെ. അതും പിന്നെ ഈ പാട്ടിൽ എനിക്ക് തോന്നുന്നു ആ കൊറോണയുടെ പാട്ടിന്റെ ആദ്യം ഒരു ഡയലോഗ് പറയുന്നത് അത് നല്ല നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാരും കേട്ടോളി, ഈ പാട്ട് പാടുന്ന പോലെയൊക്കെ നിന്നാഞ്ഞാല് എല്ലാവർക്കും കുറെ കാലം ജീവിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് മയ്യത്തായി പോവുകയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പാട്ട് തുടങ്ങുന്നത്. ഇവര് വിചാരിക്കും മൂസക്കായി വന്നങ്ങോട്ട് പറയുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു എല്ലാവർക്കും. മൂസക്കായി ആയിട്ട് തന്നെയാണ് അഭിനയിച്ചത്. കാരണം അന്നൊക്കെ അവിടെ കോഴിക്കോട് ജില്ലയിലൊക്കെ ശരിക്കും ഇപ്പോഴും ആ പ്രോഗ്രാം 9 വർഷമായി നിന്നിട്ട്. പക്ഷെ ഇന്നും ഞാൻ കോഴിക്കോടൊക്കെ പോയി ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ, ഏത് കടയിൽ നിന്നും മൂസക്കായി ഇങ്ങോട്ട് വരും, മൂസക്കായി എപ്പോഴും വന്ന് എല്ലാവരും മൂസക്കായി എന്ന് വിളിക്കുള്ളൂ, ഒരാളെന്നെ വിനോദം എന്ന് വിളിക്കില്ല. അപ്പൊ ആ പരിപാടിയുടെ ഒരു എഫക്റ്റാണ്, ആ കഥാപാത്രത്തിന്റെ ഒരു ആഴമാണ് ഞാൻ കാണുന്നത്. ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആളുകളുടെ മനസ്സിൽ ആ പേര് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യം. അതും ഈ പാട്ടിലൂടെ ആ മൂസക്കായി വന്ന് പറയുന്ന പോലെ ആളുകൾക്ക് ആ മൂസക്കായി വന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് കേൾക്കണം എന്നുള്ളൊരു അവസ്ഥയാണ്. ഈ MAT മൂസയുടെ ടൈറ്റിൽ സോങ് ഉണ്ട്. ഈ ടൈറ്റിൽ സോങ് പാടിയത് ബെന്റി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. പക്ഷെ എല്ലാവരുടെ ധാരണ ഇത് ഞാൻ പാടിയെന്നാ. കാരണം ഞാനാണത് എല്ലായിടത്തും പോയി പാടുക. ഇപ്പൊ ഗൾഫിലൊക്കെ പോയാലും എന്നെ കണ്ട് വിളിക്കുമ്പോൾ ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ടാ വരിക. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കുന്ന കാലം, പല്ലാപ്പിലാകണ വല്ലാത്ത പക എൻ്റെ കൂടെ കലികാലം, കണ്ടാലൊരു കോലം, ഇടിവെട്ടി തിളങ്ങണ നേരം, പിണ്ടാസ് ഗീറിൽ നീങ്ങുന്നു മൂസാന്റെ നെഞ്ചിൽ അവതാളം, അടിമുടി പുളുവടി അതിര് കടക്കും കൊണ്ടോട്ടിക്കാരനിവൻ, അയ്യോ വെറും പാവം ഇവനെ മൈറ്റി മൂസ, ഇവനെ മൈറ്റി മൂസ, ഇവനെ മൈറ്റി മൂസ. എത്ര വേദികൾ എന്നറിയോ? ഞാനത് സ്കൂളിലൊക്കെ ചെന്ന് പാടുമ്പോൾ കുട്ടികൾ മുഴുവൻ എൻ്റെ കൂടെ ഏറ്റുപാടും ഈ പാട്ട്. അത് അത്ര ഹിറ്റായിരുന്നു.